Hello friends, welcome back to our channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ അരിയോ ഉഴുന്നോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുത്തതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ പ്രോട്ടീൻ ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിന്. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സ്റ്റഫ്ഡ് പ്രോട്ടീൻ ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തതാണ്. എന്നിട്ടത് നമുക്ക് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അരമുറി നാരങ്ങയുടെ ജ്യൂസും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇത് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് കടലമാവാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതാക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ വേണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഒരു തവ ചൂടാക്കിയ ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ദോശ പോലെ ഫുള്ളായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതൊന്ന് നമ്മൾ അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. മറിച്ചിട്ട ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ട് വശവും നല്ലപോലെ വെന്ത ശേഷം നമുക്ക് ഈ ദോശ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റഫ്ഡ് പ്രോട്ടീൻ ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ്. പൊട്ടാറ്റോവും ചാറ്റ് മസാലയും ഒക്കെ ആഡ് ചെയ്ത കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശ റെസിപ്പി കൂടിയായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഇത് നമുക്ക് വെറുതെയും കഴിക്കാം. ഇനി വേണമെങ്കിൽ ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.